Yes, good afternoon. Okay, good afternoon. Okay. Yes, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ശ്രുതി, വെരി ഗുഡ്. എവിടെയൊക്കെ പോയി ശ്രുതി? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. Honor celebration was grand. Okay. Dishna, your honor celebration was super. Okay. Yes, sir. അപ്പൊ ദീഷിനോടൊരു ചോദ്യം. ഓക്കെ, അതിര ഞായറാഴ്ച, അതായത് 15-ാം തീയതി ഞായറാഴ്ച ഓണത്തിന്റെ അന്ന് നടന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഭവം എന്ന് പറഞ്ഞു. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സംഭവങ്ങൾ ഓണത്തിന്റെ അന്നത്. എഴുന്നേറ്റു, രാവിലെ എന്തുണ്ടാക്കി, വീട്ടിലേക്ക് ഗസ്റ്റുകൾ എത്ര പേര് വന്നു, ഉച്ചക്ക് എത്ര തരം കറി ഉണ്ടായിരുന്നു, എത്ര പേര് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം എവിടെ പോയി. ഓക്കെ,
ഒന്ന് പറഞ്ഞേ. Yes, for you, I will support. Yes. ദേശിന് പോയാ? ഓണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആർക്കും തന്നെ സംസാരമില്ലാതെ? Yes. Why you are keeping silence? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങള്. Deshina PA. Can you speak Onam Day celebration? Yes, പറഞ്ഞോളൂ. അതെ, കട്ടായി പോകുന്നു. Yes, പറയൂ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇത് ക്ലിയർ ആവണില്ല, കട്ടായി പോകുന്നു. യെസ് പറയൂ. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. യെസ്. ഓക്കെ ബബിത. ഓക്കെ. യെസ്. ഓക്കെ. ദേശയുടെ ശബ്ദം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓണമൊക്കെ കഴിഞ്ഞൊരു ഗ്യാപ്പ് വന്നതിന്റെ പേരിൽ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മള് 3 ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് എഴുതി കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണെന്നും, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റ് ആണെന്നും, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അതിന് സിമ്പിൾ ഫ്യൂച്ചർ ആണെന്നും നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ആം ഐ റൈറ്റ്? ശരിയല്ലേ? എന്തായാലും റിയാക്ട് ചെയ്യാതെ? യെസ്. ഓക്കെ. റെഡി. നിങ്ങള് ഒന്ന് ഇടയ്ക്കൊരു സപ്പോർട്ട് വരുന്നുണ്ടേ. യെസ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ബാലൻസ് അതിനെ കുറിച്ച് നമുക്ക് പറയാം. അതിന്റെ ബാലൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഓണം സെലിബ്രേഷനിലേക്ക് വരണം. ഓക്കെ. ഇത് കുഴപ്പം വരുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ അല്ലേ? യെസ്. Is there any problem? You tell me. Okay. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇനി പറയുന്നത് സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്.
സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ സെന്റൻസിനെ നമുക്ക് കാണുമ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിന് നമ്മൾ സബ്ജക്റ്റ് നോക്കും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് നോക്കും. ആ വെർബിന്റെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്കത് പറയാം അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയുന്നു. I wrote a letter. I wrote a letter. ഞാൻ ഒരു കത്ത് എഴുതി. I wrote. റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് wrote. I wrote a letter. അപ്പൊ ഇതിന്റെ പാസീവ് വോയിസ് നമുക്ക് എഴുതണമെങ്കിൽ നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ആദ്യം നമുക്ക് വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കും. എന്തെഴുതി? എ ലെറ്റർ. അപ്പൊ എ ലെറ്റർ എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. അത് നമ്മൾ ആദ്യം എഴുതി, എ ലെറ്റർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഒന്നുകിലും വാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അത് സിമ്പിൾ പ്രസന്റിലാണ്. നമ്മളിവിടെ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കരുത്. പകരം എന്ത് ഉപയോഗിക്കണം? വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കണം. വാസ് അല്ലെങ്കിൽ വർ. അപ്പോ എ ലെറ്റർ, എ ലെറ്റർ കഴിഞ്ഞപ്പോൾ എന്ത് വരും? വാസ് വരും, വേറെ വരും, വാസ് വരും. എ ലെറ്റർ വാസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഐ റോട്ട് എ ലെറ്റർ എന്നാണ്. റോട്ട് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പൊ എ ലെറ്റർ വാസ്, ഓക്കെ ശരി, എ ലെറ്റർ വാസ് റിട്ടൺ. എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. ഓക്കെ, ഇതാണ് അതിന്റെ പാസീവ് വോയിസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന വാചകത്തിന്റെ ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നുകിൽ വാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. മാറിപ്പോകരുത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറായിരുന്നു. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക. ഇതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പഠിച്ചതുപോലെ തന്നെ. യെസ്, ഇനി വാസ് എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ വെറുതെ പറയാണ്. ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് വരും, ഹി കഴിഞ്ഞു കഴിഞ്ഞാല് വാസ് വരും, ഷീ കഴിഞ്ഞാല് വാസ് വരും, ഇറ്റ് സിംഗുലർ, ഇറ്റ് കഴിഞ്ഞാൽ വാസ്, ഇറ്റ് വാസ് എന്ന് പറയും. സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിൽ, ഏകവചനമാണെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ് വരും. The boy was, the girl was, the child was. ഓക്കെ, ഇനി വേറെ എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത്? യു സബ്ജക്റ്റ് ആകുമ്പോൾ വേറെ വരും, വി സബ്ജക്റ്റ് ആകുമ്പോൾ വേറെ വരും, ദേ സബ്ജക്റ്റ് ആകുമ്പോൾ വേറെ വരും. ഇനി പ്ലൂറൽ, ബഹുവചനം, ബോയ്സ്, ബോയ്സ് were, ഗേൾസ്, ഗേൾസ് were, ചിൽഡ്രൻ were. ഓക്കെ, അപ്പൊ വാസ് എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത്, വേറെ എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ മനസ്സിലായി. ഓക്കെ, ഇനി ഞാനിപ്പോ പറഞ്ഞത് ഒന്നുകൂടി പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകം. സിമ്പിൾ പാസ്റ്റിന്റെയാണ് നമ്മൾ പാസീവ് വോയിസ് എഴുതാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതിന്റെ അകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഞാനിപ്പോ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? ഒന്നുകൂടി പറയാം. ഓക്കെ 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 നിഖില, ഒന്നുകൂടി പറയാം. ശരി 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 ഓക്കെ, നമ്മൾ പറഞ്ഞത്, നമ്മളിവിടെ പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ്. തന്നിരിക്കുന്ന വാചകം ഒരു സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ആദ്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. ഓബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം ലഭിക്കും. ആ ഉത്തരമാണ് ഓബ്ജക്റ്റ്. അപ്പൊ ഓബ്ജക്റ്റ് നമ്മൾ എടുത്ത് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക. വാസ് അല്ലെങ്കിൽ വേർ, രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുമ്പോൾ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ആദ്യം ഓബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇങ്ങനെ എഴുതുക. അതാണ് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിമ്പിൾ പ്രസന്റിനെ പഠിച്ചതുമായിട്ട് മിക്സ് ആയി പോകരുത്. സിമ്പിൾ പ്രസന്റ് എന്ന് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ് ചേർക്കേണ്ടത്. ഇത് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറല്ല ഇവിടെ ചേർക്കേണ്ടത്, വാസ് അല്ലെങ്കിൽ വേർന്നാണ്. ഓക്കെ, ഞാനൊരു വാചകം പറയാം, നിങ്ങൾ അതൊന്ന് പാസീവ് വോയിസോട്ട് മാറ്റാൻ പറ്റുന്നു. ടേക്ക് യുവർ നോട്ട്സ്. ഓക്കെ, സെന്റൻസ് ഞാൻ ഒരെണ്ണം പറയാം. മാക്ബത്ത്, MACBETH, 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 killed, 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 Macbeth, killed, Duncan, DUNCI, Macbeth killed Duncan. Macbeth killed Duncan. ഓക്കെ, ഇതിന്റെ പാസീവ് വോയിസ് എഴുതാൻ പറ്റുന്ന നോക്കി. ആദ്യം ഓബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുക, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ, സുനി, അതിനകത്ത് വാസിലെ വേറെ ഉപയോഗിച്ചേക്കുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഫാത്തിമ, യു ആർ റൈറ്റ്. യെസ്, മറ്റുള്ളവര് തെറ്റിക്കോട്ടെ എന്ന് എഴുതിക്കോ. ഓക്കെ ബബിത, അഭിഷ്ണ ഓക്കെ, നിഖില ഓക്കെ, ഓക്കെ ദീഷ്ണ, അത് നോക്കി വെച്ചോട്ടെ ഓണത്തിന്റെ. ആതിര ഓക്കെ, അമൃത കൃഷ്ണ ഓക്കെ, രേഷ്മ ഓക്കെ, പറയാം ദീഷ്ണ. ഓക്കെ ഓക്കെ, അശ്വതി ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ മാക്ബത്ത്, ഓക്കെ ശ്രീദേവി, മാക്ബത്ത്, റീന ഓക്കെ, റീന ഓക്കെ 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 ഓക്കെ, യെസ്. മാക്ബത്ത്, ഞാൻ സെന്റൻസ് ഒന്ന് വായിക്കാം. മാക്ബത്ത് കിൽഡ് ഡങ്കൻ. മാക്ബത്ത് എന്ത് ചെയ്തു? ഡങ്കനെ കൊന്നു. അപ്പൊ ആരെ കൊന്നു? ഡങ്കനെ കൊന്നു. അപ്പൊ ഡങ്കൻ ഓബ്ജക്റ്റ് ആണ്, അത് നമ്മൾ ആദ്യം എഴുതി. ഡങ്കൻ ഒബ്ജക്റ്റ്. ഇനി വാസ് അല്ലെങ്കിൽ വേറെ. മാക്ബത്ത് കിൽഡ് ഡങ്കൻ. ഡങ്കൻ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ, അപ്പൊ ഒരാളുടെ പേരാണത്. വാസ്, ഡങ്കൻ വാസ്. കിൽഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. കിൽഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കിൽഡ് തന്നെയുണ്ട്, KILLED. അപ്പൊ ഡങ്കൻ വാസ് കിൽഡ് ബൈ മാക്ബത്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മാക്ബത്തും ഡങ്കനൊക്കെ ആരാണെന്ന് അറിയാമോ? മാക്ബത്തും ഡങ്കനും ആരാണെന്ന് അറിയാമോ? എവിടെയോ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. ഓക്കെ 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 ഓക്കെ.
യെസ്. അപ്പോ ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക്. വെരി ഗുഡ് അന്ന, യു ആർ റൈറ്റ്. ഈസ് ഷേക്സ്പിയറിന്റെ ഒരു ഡ്രാമയാണ്. യു ആർ റൈറ്റ് അന്ന. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ ഈ ഷേക്സ്പിയർ എഴുതിയിരിക്കുന്ന ഈ മാക്ബത്ത് എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. ആ നാടകത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് അല്ലേ? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ധൈര്യം? ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ധൈര്യം? നിങ്ങളുടെ അഭിപ്രായം പറയൂ. മാക്ബത്ത് എന്ത് പറഞ്ഞു എന്നുള്ള അവിടെ നിൽക്കട്ടെ. ലേഡി, ദേശ് പറയുന്നു ലേഡി. ഫാത്തിമ സ്ത്രീകളുടെ പക്ഷത്താണ്, നിഖില സ്ത്രീകളുടെ പക്ഷത്താണ്, അശ്വതി സ്ത്രീകളുടെ പക്ഷത്താണ്, യെസ് അമൃതയും സ്ത്രീകളുടെ പക്ഷത്താണ്, രേഷ്മയും അതുപോലെ തന്നെയാണ്. ഇത് ആരാണുങ്ങളുടെ പക്ഷത്തിന്റെ? യെസ്, ധൈര്യം കൂടുതൽ ആർക്കാണ്? അവര് പറയാത്ത കുറച്ചു പേരുണ്ട്. അപ്പൊ അവര് മനസ്സിൽ വിചാരിക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ. ഓഹ്, ദേശയുടെ അഭിപ്രായം നോക്കി. വി ആർ men are physically strong, but we are mentally strong. Very good. Very good. Yes, okay 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 okay. പക്ഷേ നമ്മൾ പറയാറില്ല, ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പിന്നില് ഒരു സ്ത്രീയുടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഈ കഥയിലും ഇതിന്റെ ഈ ഷേക്സ്പിയർ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അപ്പൊ ഇതിനകത്ത് ഒരു കഥാപാത്രത്തിന്റെ പേരാണ് മാക്ബത്ത്. മാക്ബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡങ്കൻ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിന്റെ രാജാവിന്റെ സേനാനായകനാണ്. അപ്പോ ഈ മാക്ബത്തിന്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് എനിക്ക് രാജ്ഞിയാവണം. അപ്പോ മാക്ബത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിന് രാജ്ഞിയാകണമെങ്കിൽ മാക്ബത്ത് രാജാവാകും. അതുകൊണ്ട് ഈ ലേഡി മാക്ബത്ത് തന്റെ ഭർത്താവായ മാക്ബത്തിനോട് പറയും ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊല്ലാൻ പറയുന്നത്. ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നു കഴിഞ്ഞെങ്കിൽ ഈ മാക്ബത്തിനടുത്ത് രാജാവാകാൻ പറ്റും. മാക്ബത്ത് പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഡങ്കൻ എന്നോട് വളരെ നല്ല സ്നേഹമായിട്ട് പെരുമാറുന്നു, നമുക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ തന്നു, നമ്മൾ ഇത്രയും ബഹുമാനിക്കുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവുമില്ലാണ്ട് ഞാൻ എങ്ങനെ കൊല്ലും? ഞാൻ കൊല്ലില്ല എന്ന് പറയുന്നു. എങ്കിലും ഭാര്യ നിർബന്ധിച്ച് ഒടുവില് ഉറങ്ങിക്കിടക്കുന്ന ഡങ്കനെ മാക്ബത്ത് കൊല്ലുകയാണ്. ആ കൊല്ലുന്ന ആ സമയം വരെ ധൈര്യമായിട്ട് നിൽക്കുന്ന ആളാണ് ലേഡി മാക്ബത്ത്. കൊന്നു എന്നറിയുമ്പോൾ തന്നെ അവർ മാനസികമായിട്ട് ഡെസ്പാവുകയും. അത്രയും നേരം വരെ ധൈര്യമില്ലാതിരുന്ന ആളായിരുന്നു മാക്ബത്ത് ഭർത്താവ്. പക്ഷെ കൊന്നു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം കൂടെയായി. അപ്പൊ ഷേക്സ്പിയർ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഒരു കുറ്റകൃത്യം ആ ചെയ്യുന്ന സമയം വരെ ധൈര്യം കാണിക്കുന്ന ഒരു സ്ത്രീകളും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചഞ്ചലചിത്തരാകുന്ന സ്ത്രീകളുമാണ്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് ആ ചെയ്യുന്നത് വരെ ധൈര്യക്കുറവായിരിക്കും, ചെയ്തു കഴിഞ്ഞതിന് ശേഷം ധൈര്യം കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഈ ഷേക്സ്പിയറിന്റെ മാക്ബത്തിനെ കുറിച്ചും ഡെഗിനെ കുറിച്ചും പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ എപ്പോഴെങ്കിലും ഇതിനൊക്കെ മലയാള പരിഭാഷകളൊക്കെ കിട്ടുമ്പോൾ അത് സൂചിച്ച് വായിക്കുക. ഓക്കെ, മാക്ബത്ത് കിൽഡ് ഡങ്കൻ. അതാണ് ഈ മാക്ബത്തും ഡങ്കനോട് പറയാൻ കാരണം. ഓക്കെ, അടുത്ത സെന്റൻസ്. ശ്യാം, SHYAM, ശ്യാം painted, PAINTED, painted a tree, TREE. ശ്യാം painted, PAINTED, painted a tree. ഒരു മരം ശ്യാം എന്ത് ചെയ്തു? പെയിന്റ് ചെയ്തു. ശ്യാം painted a tree. Yes, and a passive voice on the Fatima, you are right. Abhishma, right. Shyama, right.
Grishma, right? You are okay. Bhavita, right? Amrita, you are right. Okay, Sunil. Reshma, okay. Deshna, okay. Okay, Ashwini. Sridevi, okay. Surya, Ajish, okay. Nikhila, okay. Okay. Reena, okay. Adira, okay. Adira was painting like way. Other was kind of painting like past participle. Painted. PINTED. Yes. Okay. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. ഓക്കെ അതിന വെരി ഗുഡ്. ഓക്കെ. യെസ്. അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള വാചകം കൂടി പറയാം. ഷീ, SHE, she looked after, LOOKED, looked after, AFTER, looked after the baby, BABY, baby. She looked after the baby, BABY, baby. Okay. Shama, you are right. Okay. Fatima, right. Amrita, right. Amrita, അതിനകത്ത് ലുക്കിന് ഒരു ആഫ്റ്റർ കൂടി ചേർക്കണോട്ടോ. Bishna, okay. Sridevi, okay. Sridevi, ബൈ കഴിഞ്ഞിട്ട് ഷീ അല്ല, ഷീ എന്നുള്ള കൂടെ മാറുമ്പോ ഹെയർ നടക്കും. ബൈ ഹെർ. അശ്വതി, ബൈ എന്നിട്ട് ഷീ എന്നല്ല, ബൈ ഹെർ. ഓക്കെ. റീന, ഓക്കെ. രേഷ്മ, ഓക്കെ. സുനി, ഓക്കെ. അമൃത, ഓക്കെ. അമൃത കൃഷ്ണ, ഓക്കെ. ദേശന, ഓക്കെ. യെസ്. ഇനി ഓക്കെ. വളരെ സിമ്പിൾ ആണ്. നിഖില, ഓക്കെ. യെസ്. ശ്രീദേവി, ഓക്കെ. ആതിര, ഓക്കെ. യെസ്. ഓക്കെ. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ദീഷ്ക, ആർ യു റെഡി ഓൺ സെലിബ്രേഷൻ? ഹലോ. ഓക്കെ. പറഞ്ഞോളൂ. ഓക്കെ. കേൾക്കുന്നുണ്ടോ? യെസ്. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ്. പറഞ്ഞോ. ഓക്കെ. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നല്ലോ, ഞാൻ പ്രതീക്ഷിച്ചില്ല സാറിനെ ചോദിച്ചു. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് ചിറകടിച്ച് ഉയരാൻ വേണ്ടതല്ലേ?
പ്രതീക്ഷിച്ച് ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് നമുക്ക് പുറകിൽ വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് പറയട്ടെ എല്ലാവരോടും കൂടി എല്ലാവരും കരുതിയിരിക്കുക. ഓക്കെ, ഓണ സെലിബ്രേഷൻ. ആ ഓണത്തിന്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സംഭവം. യെസ്, പറഞ്ഞു. Oh. യെസ്. I woke up at I think 4:30 a.m. early morning. യെസ്, വെരി ഗുഡ്. And with the anxiety also, because I have not able to prepare tasty food, and everyone likes Sadhya also. Kerala, all Malayali. Actually, it's a festival. It's a beautiful festival. Okay. And I like to prepare to vegetable item. Okay. Already I cut the vegetables previous day Okay. night, and I tried and I started to try the vegetables, and also sister also helped me Okay. and my mother also, and husband also, everyone in kitchen. Okay. And this was it was very funny and happiest moment. Okay. Then after we ready to Athapukalam. Okay. Make a beautiful Athapukalam, and then after came morning 8:30 Onapottan. I don't know what. Yes. Came Onapottan, and we gave the Nelmani rice coins. Okay. And then after we make the sweet payasam and Okay. chicken fry. Yes. And also my native is Wayanad. So, Yes. So after the lunch we get ready to Wayanad, and Okay. then by the night the celebration is in my home. Okay. With my mom and my sister. Okay. And babies. Okay. So that's all. Yes, very good, Desha. Very good, very good. Sound is a problem. Okay, okay, okay. Very good, very good. Yes. ഇനി അടുത്തതാരാണ് ഓണ സെലിബ്രേഷനെ കുറിച്ച്, ആ ഞായറാഴ്ച നടന്ന സംഭവത്തെ കുറിച്ച് പറയാനായിട്ട് കടന്നു വരുന്നത്? Who is the next person? ഓണത്തിന്റെ അന്ന് നടന്ന സംഭവം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സംഭവം. യെസ്, who is coming? ധൈര്യസമേതം. Yes, who is ready? Sridevi, are you ready? Sridevi, are you ready? Yes. You are not ready. Then what about Sharon? Sharon. Sir. Yes. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഭവം ഒന്ന് പറയാമോ? Okay, so I early morning. Early morning, I help my mother-in-law to cook food. Yes. We prepare. Okay. After that, we all eat. Then I and my mother-in-law prepared a small lunch. Okay.
then a small photo shoot Yes, very in good. front of Attapukka. Yes, okay. After we have lunch. Okay. After that we have lunch. Then we all after we went to my home. My home is at Idukki, Nedungandam. Okay. Okay. Then we meet our all cousins. Okay. A small get together. Okay. Then after that we return to my home. Okay. So sir, I am not prepared. I don't know. Okay. Very good. Okay. ഇത് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞില്ലേ? That is very good. ഞാനേ നിങ്ങളോട് എല്ലാവരോടായിട്ട് പറയണം. നിങ്ങൾ പറയണം എല്ലാവരും. ഓക്കെ, ഇവരുടെ ഓണ സെലിബ്രേഷൻ. അപ്പൊ അത് എങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണം, നിങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് ക്രോഡീകരിച്ചു വെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ആ വോയിസ് റെക്കോർഡർ ഒന്ന് ഓണാക്കുക. വീട്ടിലും വേറെ ആരും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിട്ടല്ല, പിന്നെ ആരും നിങ്ങളെ കളിയാക്കിയില്ല. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം ആ വോയിസ് റെക്കോർഡിൽ നോക്കിയിട്ട് ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, നിങ്ങൾ അങ്ങോട്ട് പറയാം. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വീണ്ടും ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് വെച്ചാല്, എന്താണ് ഇത്, ആകെ ഒരു മോശമായിട്ടുള്ള ചിന്ത നിങ്ങൾക്ക് വരും. അപ്പൊ എന്ത് ചെയ്യാതെ അങ്ങനെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി പറയുക. അപ്പൊ ആദ്യം പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആ രണ്ടാമത്തെ കൂടി അങ്ങനെ ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി പറയുക. ഓരോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കേൾക്കണം, സ്വയം ഒന്ന് കേൾക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ആവുമ്പോൾ നിങ്ങൾ പക്കയായിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ ഓരോരുത്തരും ചെയ്യണം. ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ യു പ്ലീസ് ടെൽ അബൌട്ട് യുവർ ഓണം സെലിബ്രേഷൻ. അതിനകത്ത് നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എന്തെല്ലാം ചേർക്കാൻ പറ്റുമോ അത് ചേർത്തോ. ഓണവുമായി ബന്ധപ്പെട്ട് വല്ല ഓണം ഗെയിംസ് നടത്തിയതോ അല്ലെങ്കിൽ വേറെ വല്ല സെലിബ്രേഷൻ നടത്തിയതോ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അത് മുഴുവൻ നിങ്ങൾ ചേർത്തോ, നോ പ്രോബ്ലം. പക്ഷെ ഇങ്ങനെ ചെയ്യണം. ചെയ്യില്ലേ മക്കളെ? യെസ്, സുനി ഉറപ്പ് വന്നിട്ടുണ്ട്. സൂര്യ ഉറപ്പ് വന്നിട്ടുണ്ട്, ഗ്രീഷ്മ ഉറപ്പ് വന്നിട്ടുണ്ട്, ഷാരോൺ ഉറപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ. സൗമ്യ പറഞ്ഞിട്ടുണ്ട്, അശ്വതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബബിത പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കാരണം അങ്ങനെ ചെയ്യണം. ശ്രീദേവി ഓക്കെ, ദേശന ഓക്കെ. അത് അങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, എന്തിനാണ് ഇപ്പൊ വോയിസ് റെക്കോർഡിൽ രേഷ്മ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നും, ഇത് ഞാൻ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്ത ആഴ്ച അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടോട് പറഞ്ഞാൽ മതി. അപ്പൊ ഒരാഴ്ച വരെ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. വോയിസ് റെക്കോർഡർ പറഞ്ഞു നോക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും പറയുന്നു, വീണ്ടും പറഞ്ഞു നോക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും പറയുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സ്പീഡ് കൂടിപ്പോയി, ഇത് സ്പീഡ് കുറച്ച് പറയാം. ഓക്കെ, സ്പീഡ് കുറച്ചടിച്ചാൽ പറഞ്ഞോ. അപ്പൊ യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ഓൺ. നിങ്ങളാണ് നിങ്ങളുടെ ജഡ്ജ്. ഓക്കെ, നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുപോലെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നു. ഇനി ഒരാൾക്ക് കൂടി ഞാൻ ഒരു അവസരം തരാം പെട്ടെന്ന് പറയാനായിട്ട്. ഹു ഈസ് റെഡി? ബബിത റെഡിയാണോ? യുവർ ഓൺ സെലിബ്രേഷൻ. Sir, actually, I tried my best and my. വയ്യാന്ന് പറഞ്ഞാലോ. ഓക്കെ. You will give chance this time. Okay. Don't worry. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയത്. Okay, thank you, sir. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും?
എനിബഡി? ഓക്കെ, നിങ്ങൾ ആലോചിച്ചോട്ടോ, മനസ്സിൽ ആലോചിച്ച് വെച്ചോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, യു റൈറ്റ് വൺ മോർ സെന്റൻസ്. ഓക്കെ, യു റൈറ്റ് വൺ മോർ സെന്റൻസ്. പാസീവ് വോയിസിലോട്ട് മാറ്റാനായിട്ട്. ചിൽഡ്രൻ, CHILDRE, ചിൽഡ്രൻ laughed, LAUGH, laughed at the man. Children laughed, LAUGHED, laughed at the man. Okay, passive voice. Object കണ്ടുപിടിക്കുന്നു, was അല്ലെങ്കിൽ വേറെ എഴുതുന്നു, വെർബിന്റെ past participle എഴുതുന്നു. ബബിത ഒരു അറ്റം കൂടി ചേർക്കുക, ലാഫ് രണ്ടൊരു അറ്റം കൂടി ചേർക്കുക. ഷൈമ ഒരു അറ്റം കൂടി ചേർത്തേക്കാം. ഓക്കെ, ശരി. ഓബ്ജക്റ്റ് ആദ്യം എഴുത്, ദ മാൻ. ഫാത്തിമ ഒരു ആളല്ലേ ഉള്ളൂ, അപ്പൊ വാസല്ലേ വരുള്ളൂ, ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ അഭിഷ, കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുമ്പോ ദ മാൻ. ഓക്കെ 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 ഓക്കെ. യെസ്, ബാക്കിയുള്ളവര്. ഓക്കെ അമൃത. ഓക്കെ ഓക്കെ ബബിത. ഓക്കെ 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 രേഷ്മ. റീന, ആ ലാഫ് കഴിഞ്ഞിട്ട് ഒരു അറ്റം കൂടി ചേർക്കാം, അല്ലെങ്കിൽ അറ്റേനകത്ത് ബാലൻസ് വരും. ഓക്കെ ശ്രീദേവി. ഓക്കെ നിഖില. യെസ്, സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. ഒബ്ജക്റ്റ് എഴുതുന്നു, വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ സൂര്യ. ഓക്കെ 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 റീന. ഓക്കെ ഓക്കെയാണ് 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 ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു വേറൊരു കാര്യം പറയാം. ഓക്കെ, ട്രൈ ദിസ്. സംബഡി, SOMEBODY, somebody wrote, WROTE, wrote this book, okay, book last year, LAST, last, YEAR, year, last year. Somebody wrote this book last year. SOMEBODY, somebody wrote this book last year. ആരോ കഴിഞ്ഞ വർഷം ഈ ബുക്ക് എഴുതി. ഓക്കെ, ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു. വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുന്നു. ഓക്കെ ഫാത്തിമ. ഓക്കെ ഓക്കെ, അതിനകത്ത് ആ ബൈ സംബടി എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, രേഷ്മ ഒരു ബുക്കുള്ളൂ. ഓക്കെ, അപ്പൊ വാസ് മതി. ദിസ് ബുക്കാണ്. ഗ്രീഷ്മ ശരിയാണ്. ഷൈമ റോട്ട് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ.
ഓക്കെ ഓക്കെ അശ്വതി, ഓക്കെ അമൃത, ഓക്കെ അഭീഷ്ന, ബൈ സംബടി എന്നുള്ള ലാസ്റ്റ് ഏരിയ മതി. ഓക്കെ 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 യെസ്. ഓക്കെ ജ്യോതി, ഓക്കെ സൂര്യ, ഓക്കെ ഓക്കെ ഷിജിത, ഓക്കെ. എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കാനാണ്, ഒക്കെ എഴുതും. ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം അല്ലെങ്കില്ല. യെസ് നിഖില, ഓക്കെ 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 റീന, ഓക്കെ. എഴുതുന്ന കാര്യത്തിൽ നിങ്ങളൊക്കെ എക്സ്പെർട്ടാണ്, അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് ഇനി പറയുക എന്നുള്ളത് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യം അതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ 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 ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും നല്ല ഒരു സൗണ്ട് എഞ്ചിനീയർ, നല്ല ഒരു ഓക്കെ 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 നല്ലൊരു എന്താ പറയാ ഡബിങ് ആർട്ടിസ്റ്റിന് വരുന്നത്. ആ വാക്യം പെട്ടെന്ന് കിട്ടിയില്ല. നല്ല സൗണ്ട് കൊടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് സ്റ്റൈലായിട്ട് പറഞ്ഞാലോ. ഓക്കെ യെസ്. ഓക്കെ കൃഷ്ണ, യു വിൽ ബിക്കം എ വെരി ഗുഡ് ഡബിങ് ആർട്ടിസ്റ്റ്. നമുക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാവുന്ന മെത്തേഡുകളാണ് അതൊക്കെ. ഓക്കെ 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 ശരി, ഓക്കെ. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ഫസ്റ്റ് വാചകങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളുടെ പാസീവ് വോയിസ് നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ വളരെ അതിലും സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതി കഴിച്ചു. വെരി ഗുഡ്. ഞാൻ ഇനി ആ സിമ്പിൾ എന്നുള്ളതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി. ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും ഞാനത് പറയുന്നില്ല. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ട് ഞാനത് പറയാതെ നിങ്ങളോട് ക്വസ്റ്റ്യൻ മാത്രം പറയുകയാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് ശരിയായ ആൻസർ നമുക്ക് പറയാം. ഓക്കെ. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് ആലോചിച്ച് ചെയ്യാവുന്ന കേസുള്ളൂ. ഓക്കെ. ചോദ്യം ഇതാണ്. ഡിഡ് ഡിഡ് എനിബഡി ANYBODY did anybody disturb 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 him 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 and our HOUR and our ego AGO ego. ഞാൻ ഒന്നുകൂടി പറയാം. Did anybody disturb him and our ego? ഒരു മണിക്കൂർ മുമ്പ് ആരെങ്കിലും അവനെ ശല്യം ചെയ്തു. Did anybody disturb him and our ego? Question mark ഇടാം. Question mark. Okay. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഡിഡ് എനിബഡി നേരത്തെ തന്നിരുന്ന വാചകങ്ങളെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ IQ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് പോലെ എഴുതിക്കോ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റിയിട്ട് പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ മനസ്സിന് പോലും കറക്റ്റ് ആയിരിക്കും. ഷൈമ, ഓക്കെ, വെരി ഗുഡ്. ആ ബൈ എനിബഡി എന്നുള്ളത് ലാസ്റ്റിലോട്ട് മാറ്റാം. വെരി ഗുഡ്, വെരി ഗുഡ്. അമൃത, ഹിം എന്നുള്ളത് ഇങ്ങോട്ട് നമ്മൾ സബ്ജക്റ്റ് ആകുമ്പോൾ ഹി എന്നേക്ക് മാറ്റുക. ഓക്കെ. അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതൊക്കെ മറന്നുപോയി. ഹിം എന്നാണെങ്കിൽ ഹി എന്ന് മാറ്റണം. ഹെർ എന്നാണെങ്കിൽ ഷീ എന്ന് മാറ്റണം. ദം എന്നാണെങ്കിൽ ദേ എന്ന് മാറ്റണം.
അസ് എന്നാണെങ്കിൽ വി എന്ന് മാറ്റണം. അതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓണമൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ അങ്ങനെ മറന്നുപോയി. ഓക്കെ, സുനി, ഇതിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. നമുക്ക് തന്നിരിക്കുന്നത് വളരെ ചോദ്യമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്, പക്ഷെ ഇതിനകത്ത് ഒരു വാക്കും മാറ്റിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയി. അതൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, പറയൂ. ഓ, ദേശന ഈസ് ആവും ആറുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അവിടെ ഒന്ന് മാറ്റി ശ്രദ്ധിച്ചാൽ കറക്റ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്, ദേശന ഓക്കെ. ഐ ബൈ എനിബഡി എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ ഇംഗ്ലീഷ്. റീന, ആ ഫസ്റ്റ് പേര് മാത്രം മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യും. ആ ഓക്കെ ഓക്കെ. സൂര്യ, ഡിസ്റ്റർബ്ഡ് ഫസ്റ്റ് പാർട്ടിസിപ്പിൾ കേട്ടോ. ഓക്കെ ഓക്കെ. ബൈ എനിബഡി എന്നുള്ളതെങ്കിൽ ലാസ്റ്റ് പറഞ്ഞാൽ മതി. ബൈ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് എഴുതുമ്പോൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. റീന ഓക്കെ. ആ ബൈ എനിബഡി ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ ഒന്നുകൂടി പറയാം. ഡിഡ് എനിബഡി, സംഗതി ശരിയാണ്. ഒരു വാക്കൊന്ന് മാറ്റി ഫ്രണ്ടിൽ പറയണം, കാരണം ഇത് ചോദ്യമാക്കി മാറ്റണം, ഇത്രേ ഉള്ളൂ. ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ എഗോ. കുറച്ചു പേര് ഇതിനകത്ത് ഈസ് വെച്ചു. അപ്പൊ അവര് ശ്രദ്ധിച്ചത് എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിസ്റ്റർബ് അത് പ്രസന്റൻസ് അല്ലേ, അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറല്ലേ ഉപയോഗിക്കേണ്ടത് പക്ഷേ ചിന്തിച്ച് കാണാം. അപ്പൊ അങ്ങനെ വെച്ചവരോട് ഞാൻ പറയാണ്, ഇവിടെ ഡിസ്റ്റർബ് എന്നാണെങ്കിലും ഈ വാചകത്തിന് ഡിഡ് ഉണ്ട്. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിന് ഈക്വൽ ആണ്. ഇപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ മുന്നിൽ നമ്മൾ ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം വെന്റ് എന്നാണ്. അപ്പൊ ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കുക അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ വാചകത്തിൽ ഡിഡ് ഉള്ളത് കൊണ്ട്, ഡിഡ് ആദ്യം ഉള്ളത് കൊണ്ട് നമുക്കത് പാസ്റ്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിനകത്ത് നമ്മൾ ഓബ്ജക്റ്റ് എടുക്കുകയാണ്. ഓബ്ജക്റ്റ് നോക്കി, ആരെങ്കിലും അവനെ ശല്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. എന്ത് ശല്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഇല്ല. ആരെ? അവനെ, ഹിം. അപ്പൊ ഒന്ന് രണ്ട് പേർക്ക് തെറ്റ് പറ്റിയവരോട് ഞാൻ പറയുന്നത്, ഹിം എന്നുള്ളത് നമ്മൾ സബ്ജക്ട് ഓബ്ജക്റ്റ് ആക്കി എടുത്തു. അപ്പൊ അത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഹിം എന്നാണെങ്കിൽ അത് ഹി എന്ന് മാറ്റണം, ഹി. പിന്നെ വാസലിംഗ് പേര് ഹി വാസ്. ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്ഡ്, DISTURBED, ഡിസ്റ്റർബ്ഡ്. An hour ago, an hour ago. അപ്പൊ he was disturbed
ആൻ അവർ എഗോ. ഇതാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുക. ഇനി ഇവിടെ നോക്കി, തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമായിരുന്നു. ഡിഡ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാസീവ് വോയിസ് നമുക്കൊരു ചോദ്യമാക്കി മാറ്റണം. അതുകൊണ്ട് ആ വാസ് എന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ. വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വാചകം വേറെ പറയാം. നേരത്തെ ഇതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകമാണ്. ഓക്കെ 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 ഓക്കെ, പറയാൻ പോകുന്നു. എഴുതിക്കോ. They did not help her, HELP, help her last month. They did not help her last month. ഓക്കെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. വാസ് അല്ലെങ്കിൽ വേറെ വന്നില്ലല്ലോ ബബിത. ഓ, ഫാത്തിമ, വാസും ഡിഡിന്റെ കൂടി വരില്ല. ഓക്കെ ഗ്രീഷ്മ, വെരി ഗുഡ്. ആ ബൈ ദം എന്നുള്ളത് ലാസ്റ്റ് ആക്കാം. വെരി ഗുഡ് ഗ്രീഷ്മ. ഓക്കെ ഷൈമ, വെരി ഗുഡ് വെരി ഗുഡ്. അമൃത, അതിനകത്ത് നോട്ട് ചേർക്കാൻ വിട്ടുപോയി. ഫാത്തിമ, ഓക്കെ ഓക്കെ. ഭീഷ്മ, ഓക്കെ. സുനി, ഓക്കെ. ഓക്കെ 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 ഓക്കെ. ബബിത ഇപ്പൊ ശരിയായി. ഓക്കെ അശ്വതി. രേഷ്മ, ഓക്കെ. നിഖില, ഓക്കെ. അമൃത, ഓക്കെ. യെസ്. അഫ്സ, ഓക്കെ. ദേശന, ഓക്കെ. യെസ്, സിമ്പിൾ ആണത്. നെഗറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. യെസ്. ഇനി ഇവിടെ ഇനി ആരെങ്കിലും? ഓക്കെ ഓക്കെ ഓക്കെ. ബൈ എന്നുള്ളത് ഷിജിത ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഓക്കെ, ഞാൻ ഇതിന്റെ അർത്ഥം പറയാം. ആൻസർ ഒന്നുകൂടി പറയാം. നോക്കിയേ, ദേ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹെർ ലാസ്റ്റ് മന്ത്. ദേ ഡിഡ് നോട്ട് ഹെൽപ്പ് ഹെർ, അവര് അവളെ സഹായിച്ചില്ല കഴിഞ്ഞ മാസം. അപ്പൊ നമുക്ക് ഓബ്ജക്റ്റ് കണ്ടുപിടിക്കാം. ആരെ?
അവളെ. അപ്പൊ ഹെയർ എന്നുള്ളത് ഒബ്ജക്റ്റ് കിട്ടി. അത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഹെയർ എന്നാകുമ്പോൾ ഷീ എന്ന് പറഞ്ഞ് മാറ്റണം. ഷീ. അതിന് അത് കഴിഞ്ഞ ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ഷീയുടെ കൂടെ വാസ് വരും. ഷീ വാസ്. ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. ഷീ വാസ് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. പിന്നെ നമ്മളിവിടെ നോക്കി, ഇതിനകത്ത് ചോദ്യത്തിന് ഡി നോട്ട് എന്നായിരുന്നു. ആ നോട്ട് പാസീവ് വോയിസിലും വരും. അപ്പൊ എന്ത് വേണം? ആ വാസ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർക്കുക. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. ഓക്കെ. അപ്പോ ഇതിനകത്ത് നമുക്ക് ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുള്ളതും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയുകയാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ മറന്നുപോയാലും വരുമ്പോൾ തന്നെ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണോട്ടോ. എന്ത് പറയണം? നമുക്ക് ഇന്ന് ഓണം സെലിബ്രേഷൻ പറയാനുണ്ട് സാറേ എന്നൊന്ന് പറഞ്ഞേക്കണം. അപ്പൊ നിങ്ങളത് പറഞ്ഞു നോക്കണം. എഴുതി നോക്കിയല്ല, പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ പറയണം. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകും. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചെയ്യണം. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് പറയുക കൂടി ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഡൗട്ട്? Okay. So we will meet in the next class. Okay. Bye bye. Okay. Okay. Yes. Okay. Okay. Happy Onam.